ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. റയൽ മാഡ്രിഡിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്ക് ഇനി ക്ലബിനകത്ത് അധികം ആയുസില്ല എന്നത് വ്യക്തമായ ഒരു കാര്യമാണ്. എന്നാണ് അദ്ദേഹത്തിന് പരിശീലക സ്ഥാനത്ത് നിന്നും പടിയിറങ്ങേണ്ടി വരിക എന്നുള്ളത് മാത്രമാണ് ഇനി വ്യക്തമാവാനുള്ള കാര്യം. ലാലിഗ അവസാനിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന് പടിയിറങ്ങേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ. ക്ലബ്ബ് വേൾഡ് കപ്പിന് ഒരു താൽക്കാലിക പരിശീലകനെ റയൽ മാഡ്രിഡ് നിയമിച്ചേക്കും എന്നായിരുന്നു ആദ്യം പുറത്തേക്ക് വന്ന വാർത്തകൾ. ഏതായാലും റലേവോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. വരുന്ന ക്ലബ്ബ് വേൾഡ് കപ്പിന് മുന്നേ തന്നെ സാബി അലോൺസോയെ പരിശീലകനായിക്കൊണ്ട് നിയമിക്കാൻ ഇപ്പോൾ റയൽ മാഡ്രിഡ് ആഗ്രഹിക്കുന്നുണ്ട്. ക്ലബ്ബ് വേൾഡ് കപ്പിന് മുന്നേ തന്നെ ഒരു പെർമനന്റ് മാനേജർ ഉണ്ടാവുക എന്ന കാര്യത്തിലാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ മുൻഗണന നൽകുന്നത്. ക്ലബ്ബ് വേൾഡ് കപ്പിന് റയൽ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അതിന് സാമ്പത്തികപരമായും സ്പോർട്ടിംഗ് പരമായും കാരണങ്ങളുണ്ട്. ഈ സീസണിലെ അവസാനത്തെ അവസരമായി കൊണ്ടാണ് റയൽ മാഡ്രിഡ് ക്ലബ്ബ് വേൾഡ് കപ്പിനെ പരിഗണിക്കുന്നത്. എന്നാൽ ക്ലബ്ബ് വേൾഡ് കപ്പിൽ തന്നെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുന്നത് വളരെയധികം റിസ്ക് ഉള്ള ഒരു കാര്യമാണ് എന്നാണ് സാബി അലോൺസോ പേഴ്സണൽ ആയിക്കൊണ്ട് ഇപ്പോൾ വിശ്വസിക്കുന്നത്. കാരണം ട്രെയിനിങ്ങിന് ആവശ്യമായ ഒരു സമയം ലഭിക്കില്ല. കൂടാതെ വളരെയധികം ടയേർഡായ ക്ഷീണിതരായ താരങ്ങളെയാണ് ലഭിക്കുക. ക്ലബ്ബ് വേൾഡ് കപ്പിന് ശേഷം പരിശീലക സ്ഥാനം ഏറ്റെടുക്കുന്നതാണ് നല്ലത് എന്നാണ് സാബി അലോൺസോ വിശ്വസിക്കുന്നത്. ഇത്രയും വിവരങ്ങളാണ് റലേവോ നൽകിയിട്ടുള്ളത്. ഏതായാലും സാബി എപ്പോൾ വരും എന്നുള്ളത് വ്യക്തമായിട്ടില്ല. ക്ലബ്ബ് വേൾഡ് കപ്പിന് മുന്നേ തന്നെ അദ്ദേഹത്തെ കൊണ്ടുവരാനാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.